ഒരു 3 പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഓൺ വോയിസ് വീഡിയോ ഇടുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ. ഇതെൻ്റെ ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ നടത്തിയൊരു ഫംഗ്ഷനാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്തത് ഞാൻ തന്നെയാണ്. ഇത് ഞാൻ നടത്തുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഹാളുകൾ ഞാൻ വിളിച്ചു ചോദിച്ച ഒരു 10-15 ഹാളുകൾ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ ഇവിടുത്തെ കൗൺസിലർക്ക് വരെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, ഇനി ഇവിടെ ഏതൊക്കെ ഹാളുകൾ ആണ് ഉള്ളത്, ഇനി ഞാൻ അറിയാതെ മിസ്സായി പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷെ അതൊക്കെ ഞാൻ വിളിച്ചത് തന്നെയായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിരുന്ന് കണ്ടുപിടിച്ചൊരു ഹാളാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാളാണ്. ആൻഡ് അതിൻ്റെ പരിസരവും അതുപോലെ ഭംഗിയുള്ളതായിരുന്നു. വെറും 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹാള് ബുക്ക് ചെയ്തത്. അതുപോലെ അവരോട് വിളിച്ച് ചോദിച്ചപ്പം ഒരു അരമണിക്കൂർ മുമ്പ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും കൂടെ തന്നു. അരമണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ ഹാള് ഡെക്കറേറ്റ് ചെയ്തത്. അത് ഇതിലുള്ള എല്ലാവരും ഒന്നിച്ച് ചെയ്തതാണ്. സിനി ചേച്ചിയുടെ പ്രയറോട് കൂടിയാണ് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ദെൻ കേക്ക് കട്ടിങ്, അതിനുശേഷം ഞങ്ങൾ ചെറിയതായിട്ടൊരു ഫുഡ് അറേഞ്ച് ചെയ്തു, പിന്നെ ഗെയിംസ്. ഇതായിരുന്നു പ്രോഗ്രാം. ഇത് നടത്തുമ്പോൾ ഞാൻ വളരെ ചുരുക്കം ആൾക്കാരെയാണ് വിളിച്ചിട്ടുള്ളൂ. അതുപോലെ എനിക്ക് അത്ര പേരെ തന്നെ എനിക്കിവിടെ പരിചയം, അത്രയും ക്ലോസ് ആയിട്ട് തോന്നിയവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. വിളിച്ച കുറച്ച് പേര് ഇതിൽ വന്നിട്ടില്ല, എന്നാലും വന്നവരെല്ലാവരും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. പറഞ്ഞ പോലെ കുറച്ച് പേര് മിസ്സിങ് ആയിരുന്നു. എനിവേ, ഉള്ളവർ എല്ലാവരും എന്നെ വളരെ ഹാപ്പി ആക്കി. ഇതെൻ്റെ ബ്രദറാണ്, പേര് സിബിൻ. മേ ബി എന്നറിയുന്നവർക്കറിയാം, ഞാൻ എൻ്റെ എല്ലാ ഫോട്ടോസിലും ഇടാറുണ്ട്. ചേട്ടൻ എൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 1 hour ഡിസ്റ്റൻസിലാണ് ചേട്ടനുള്ളത്. ഇത് ഞാൻ അവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ എടുത്തൊരു ഫോട്ടോയാണ്. എല്ലാവരും നല്ല കുട്ടികളായി ചീസ് പറഞ്ഞ് ഫോട്ടോയ്ക്ക് വേണ്ടി നിന്ന് തന്നു. ഇത് ഞങ്ങൾ ഗേൾസ് ഗ്യാങ് ആണ്. അവിടെ വന്നിട്ടുള്ള എല്ലാ ഗേൾസും അതുപോലെ തന്നെ ഫോട്ടോ ഭ്രാന്തികൾ എന്ന് വേണമെങ്കിൽ പറയാം, ഞാനടക്കം. പിന്നെ നമ്മൾ ഗേൾസിന് എന്തോരം ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് കൂട്ടി. ഇതിലാരെൻ്റെ അടുത്ത് നിൽക്കും എന്നുള്ളൊരു തല്ലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. അവസാനം ചിന്നു എൻ്റെ അടുത്ത് നിൽക്കാമെന്ന് എഗ്രി ചെയ്തു. ഇപ്പുറത്ത് അഞ്ജലിയും നിന്നു. അങ്ങനെ ഞങ്ങളിത് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരും സെറ്റായി. ഫോട്ടോസ് എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബോയ്സ് എല്ലാവരും വരുന്നുണ്ട്. ഇതാ നമ്മുടെ ബോയ്സ് ടീം. പിന്നെ ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സാണ്. അതായത് എൻ്റെ ഓൺ ബ്രദറാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സ്, പിന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട്.
എന്നിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെ ഒരു ഫോട്ടോസ് ഫോട്ടോ എടുക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി വന്നെടുത്തു. ഇത് ചിന്നു എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ദീന ചേച്ചി, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സിസ്റ്റർ ലൈക്ക് ആണ്. ഇവിടെ വന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് പോലെയാണ്. ഇത് സിമി ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങളുടെ വക ഒരു ഡാൻസ് ജസ്റ്റ് 2 സ്റ്റെപ്പുള്ളെങ്കിലും വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ സമയത്ത് എടുത്തതാണ്. സെയിം പാട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കണം. ഇത് അഞ്ജലി, ഞാനും അഞ്ജലിയും സിമി ചേച്ചി ഒരുമിച്ചാണ് നാട്ടിൽ നിന്ന്. ഇത് അഞ്ജലിയുടെ ഹസ്ബൻഡ് ജിതിൻ, തൻ്റെ ബ്രദർ സിബിൻ, ചേട്ടൻ നോർത്താംപ്ടണിൽ തന്നെയാണുള്ളത്. ഇത് വീണ്ടും ചിന്നുവിൻ്റെ ഹസ്ബൻഡ് ടിറ്റോ. ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങി ചിന്നുവിൻ്റെ കൂടെയാണ് താമസിച്ചത് ഒരു 2 years. ഇത് ചിന്നുവിൻ്റെ സിസ്റ്ററാണ് സിമി ചേച്ചി. ആളുടെ 2 പിള്ളേർ. മൂത്ത ജോഷ്, അവന് വരാൻ പറ്റില്ല. ഇത് ബാക്കി 2 പേരാണ്. ഇത് ടിങ്കിൾ ചേട്ടൻ. ചിന്നു വഴിയാണ് ചിഞ്ചു ചേച്ചിനെ ഞാൻ പരിചയപ്പെടുന്നത്. ആളുടെ ഹസ്ബൻഡാണ് ടിങ്കിൾ. പിന്നീട് അറിഞ്ഞത് ഞങ്ങൾ സെയിം നാട്ടുകാരാണ്. ഇത് ഷെറിൻ ചേട്ടൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് ആളുടെ ഹസ്ബൻഡും കുട്ടിയും. ഇതാണ് നമ്മുടെ അടിപൊളി ഫുഡ്. ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. കാരണം ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് 25 പേർക്ക് ഞാൻ ഓർഡർ ചെയ്തു. തലേ ദിവസം കൺഫേം അല്ലേ തന്നെ ചോദിച്ചപ്പോഴാണ് അവർ പറയണത് അവർ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ ജസ്റ്റ് അങ്ങനെ ഞാൻ ജസ്റ്റ് തലേ ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തൊരു ഫുഡായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ഇനി നല്ല അടിപൊളി. ഇത് ഞങ്ങളുടെ ഹാളിൻ്റെ ഫുള്ളി കാണാൻ പറ്റും. ഇതിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ കോളിൽ ഞാൻ ഹസ്ബൻഡ് ലിജിനാണ് ഹസ്ബൻഡ് പേര്. അപ്പോൾ ലിജിന് എല്ലാവർക്കും ഞാൻ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സെൽഫി ചെയ്ത് ചുമ്മാ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഗെയിംസിന് ഇറങ്ങി. എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഡീന ചേച്ചിയാണ്. ഞാൻ ചേച്ചിക്ക് ജസ്റ്റ് 2-3 വീഡിയോസ് അയച്ചു, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ചേച്ചി ഉള്ളത് കൊണ്ടാണ് ആ ഗെയിംസ് അത്ര നന്നായിട്ട് നടന്നത്. ഞങ്ങൾ അന്ന് രാവിലെ പോയി കുറച്ച് കപ്സ് കഴിച്ചു. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് കൊണ്ടുവന്നു. ഇനി എല്ലാ ഗെയിംസിലും ചിന്നുവിനാണ് സമ്മാനം കിട്ടിയത്. അത് ഇവിടെ വിളിക്കും.
കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊരു റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് റീൽസ് പഠിക്കുന്നതാണ്. അതിനുശേഷം അതിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവരും കഴിഞ്ഞോ? 1 2 3. വീഡിയോയ്ക്ക് മ്യൂസിക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നേരത്തെ വായ കൊണ്ട് പാടിയ ആ സെയിം പാട്ടാണ് ഇവിടെ നടക്കണേ. അങ്ങനെ ഞങ്ങൾ വീഡിയോയും റീലും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ പരിപാടി അടിപൊളിയായി കഴിഞ്ഞു. 3 hours ഉള്ളൂ ഈ പരിപാടി, എങ്കിലും ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് പരിപാടി ഞാൻ തന്നെ പറയാം വിജയകരമായി ഞാൻ പൂർത്തിയാക്കി. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആയിരുന്നു. ഇത് ഞാൻ വീണ്ടും ആഡ് ചെയ്യാം, കാരണം ഈ ഒരു വീഡിയോയും കൂടി എനിക്ക് ഇടാൻ തോന്നി. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക്. താങ്ക് യു.